നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ടോഷ്മ. ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു ഹണി മസ്റ്റേർഡ് ചിക്കനാണ്. ഇത് ഒരു ബേക്ക്ഡ് ചിക്കൻ്റെ ഡിഷാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ചിക്കൻ ഡ്രം സ്റ്റിക്ക് വേണം. ഇത് സ്കിന്നുള്ളത് കിട്ടുവാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇതൊരു 1/2 കിലോ ആണ്. പിന്നെ നമുക്ക് വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത് വേണം. പിന്നെ മസ്റ്റേർഡ് സോസ് വേണം 1/4 കപ്പ്. അതുപോലെ ഹണി വേണം 1/4 കപ്പ്. റോസ്മേരിയാണിത്. റോസ്മേരി ഒരു 1.5 ടീസ്പൂൺ വേണം. അതുപോലെ ഇത് തൈമാണ്. ഇത് 2 ഹെർബ്സ് ആണ്. നിങ്ങൾക്ക് ഫ്രഷ് കിട്ടുന്നില്ലെങ്കിൽ ഡ്രൈഡ് ആണെങ്കിലും എടുത്താൽ മതി. ഇൻ കേസ് ഇത് രണ്ടും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഇറ്റാലിയൻ ഹെർബ്സ് എടുത്താലും മതി. പിന്നെ നമുക്ക് ഉപ്പ് വേണം. അതുപോലെ കുരുമുളക് പൊടി വേണം. പിന്നെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ വേണം 1 ടേബിൾ സ്പൂൺ. ഇത്രയാണ് നമുക്ക് ഈ ഹണി മസ്റ്റേർഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഈ ഹണി മസ്റ്റേർഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് മസ്റ്റേർഡ് സോസ് ഒരു 1/4 കപ്പ് എടുത്ത് ഒരു ബൗളിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഹണി ചേർക്കണം 1/4 കപ്പ്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ തൈം ചേർക്കണം. ഇത് ഫ്രഷ് തൈമാണ്, ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് റോസ്മേരി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്, അതും 1.5 ടീസ്പൂൺ. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം. നമുക്ക് വെളുത്തുള്ളിയാണിത്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി ഉപ്പ് ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലോടി ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് നമുക്ക് ചേർക്കേണ്ടത്. ഈ മാരിനേഷൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ സോസിൻ്റെയൊക്കെ ടേസ്റ്റ് ഹണി ഒലിവ് ഓയിലും എല്ലാം നമ്മൾ ചേർത്തേക്കുന്നതാണ്. മാരിനേഷൻ പുരട്ടിയിട്ട് ഇനി ഈ ചിക്കൻ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. 40 to 45 മിനിറ്റ്സ് ഒക്കെ നമുക്കിത് ബേക്ക് ചെയ്യേണ്ടി വരും. ഈ ചിക്കനൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. സ്കിന്നുള്ള ഡ്രം സ്റ്റിക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതൊരു 40 മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് ബ്രോയിലറിൽ മേളത്തെ റാക്കിൽ ഹീറ്റിംഗ് ഓയിൽ മാത്രം ചൂടാക്കിയിട്ട് നമുക്കതൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ സ്കിന്നൊന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അത് മാത്രം ഓണാക്കിയിട്ട് അങ്ങനെ ഒന്ന് വെച്ചെടുക്കാവുന്നതാണ്. അപ്പം സ്കിൻ നല്ല ക്രിസ്പായിട്ട് കിട്ടും. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഡ്രം സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഹണി മസ്റ്റേർഡ് ചിക്കൻ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചു ഒരു 45 മിനിറ്റ്സ്. ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. വെന്തിട്ടുമുണ്ട് ചിക്കൻ. ഇതിൻ്റെ മാരിനേഷൻ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമുക്കറിയാം ഹണി, അതുപോലെ തന്നെ മസ്റ്റേർഡ് സോസ്, ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് പിന്നെ തൈം, റോസ്മേരി ഒക്കെ ചേർത്തിട്ടുള്ള മാരിനേഷനായിരുന്നു. നല്ലൊരു റെസിപ്പിയാണ്, നല്ല മാരിനേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വെച്ച് ചിക്കൻ ബേക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.